എന്താണോ ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചത് അതുതന്നെയാണ് ഇന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ ആശയമാണ്. ധാരാളം ഖുർആനിക വചനങ്ങളിലും ഹദീസുകളിലും കാണുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ നമുക്ക് നല്ലത് വരും, അതിന് സമാനമായ തിന്മ പ്രതിഫലം കിട്ടുന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്ക് സമാനമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ്. ഒന്നുകൂടെ വ്യക്തമാകാൻ, നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും നമ്മൾ കഷ്ടപ്പെടുത്തിയിട്ട് പറഞ്ഞയച്ചെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും അതേപോലൊരു കഷ്ടപ്പാട് ജീവിതാന്ത്യത്തിൽ നമുക്ക് തന്നേക്കാമെന്നതാണ്. പിന്നെ കിടപ്പ് രോഗിയായ ഒരാളെ നമ്മൾ പരിചരിച്ചു, അത് വലിയ അധ്വാനമുള്ള കാര്യം. അയാൾ എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്തു കൊടുത്താൽ അള്ളാഹു എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു കിടത്തം നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കാം. അതൊരു വലിയ തീരുമാനമല്ലേ സഹോദരൻ? അപ്പൊ ആ രോഗിനെ പരിചരിക്കുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടും എന്ത് വിഷമവും വരുമ്പോ ആ ആളുടെ മനസ്സിലൊരു പ്രചോദനം എന്താണ്, പടച്ചോൻ ഇങ്ങനത്തെ ഒരു കിടപ്പ് എനിക്ക് ഒഴിവാക്കി തരികയാണെങ്കിൽ ഈ സേവനങ്ങളൊക്കെ വളരെ ചെറുതല്ലേ എന്ന് മനസ്സിൽ തോന്നുക. ഇത് വലിയൊരു ആശയമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, സദസ്സൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നാണ്. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് വേറെ ആൾക്കാർ കയറി വരുമ്പോൾ അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ വേണ്ടി ഒന്നും കൂടി സദസ്സിനെ എന്ത് ചെയ്യണം, വിശാലമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ വിശാലത നൽകണം. അവിടെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കരുത്, ഒന്ന് നീങ്ങി കൊടുക്കുക, ഒന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. അള്ളാഹ് തരുന്ന വിശാലത എത്ര വിശാലമായിരിക്കും. ഇനി ആ സദസ്സിന്റെ നിങ്ങൾ തൽക്കാലം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മാറി നിൽക്കിന്ന് പറയാന്ന് വിചാരിച്ചോളി. അങ്ങനെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൗകര്യങ്ങൾ ചെയ്തു തരുന്നാൽ. വലിയ ഒരു ആശയമാണ് സുഹൃത്തുക്കൾ. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, മനസ്സിലായി, ഒരു വാഹനം ഓടിക്കുമ്പോൾ മുന്നിലൊരു പൂച്ച പെട്ടാൽ പോലും നമ്മുടെ ഹൃദയം വറക്കും. പടച്ചോനെ, നാളെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ അനുഭവം എനിക്ക് വന്നാലോ എന്ന് മനസ്സ് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ കാല് ബ്രേക്കിൽ അമരും. ഇത് ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സുഹൃത്തുക്കൾ. ഇത് സത്യത്തിൽ ഒരു ആശയം എന്നുള്ളത് വാക്കുകൾ മാത്രമല്ല, ഇതൊക്കെ നമ്മൾ എത്രയോ അനുഭവത്തിൽ കണ്ടതാണ്. പലരും തങ്ങളുടെ ദുരന്ത ഫലങ്ങളെ മരിക്കുന്നതിന് മുമ്പ് മുഖാമുഖം കാണേണ്ടി വന്ന രംഗങ്ങൾക്ക് നമ്മൾ എല്ലാവരും സാക്ഷിയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ളത് നമുക്ക് തിരിച്ചു കിട്ടും. ലൈസ ബി അമാനീകും വലാ അമാനി അഹ്ലിൽ കിതാബ്, വ്യാമോഹങ്ങൾക്കല്ലല്ലോ, വേദക്കാരുടെ വ്യാമോഹങ്ങളല്ല നടക്കുന്നത്. പിന്നെന്താ നടക്കുന്നത്, മയ്യഅമൽ സൂഅൻ യുജ്സ ബി, ആര് തിന്മ പ്രവർത്തിച്ചുവോ അവൻ അതിനുള്ള ഫലം അവന് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ വന്നാൽ, ഞാൻ ചെയ്തതിന്റെ ദുരന്തം എന്നെ തേടി വന്നാൽ, വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ, പിന്നെ ഞാൻ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എന്നെ സഹായിക്കാൻ അള്ളാഹു എനിക്ക് തിരികെ തരുന്ന ഒരു ദുരന്തത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ടാവൂല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 123-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഇപ്പം കയറിയെന്ന് വിചാരിക്കാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാനവിടെ പറ്റിച്ചാൽ അതിനേക്കാളും വലിയ പറ്റിക്കലായിരിക്കും. എന്നെ ഒരു കച്ചവടക്കാരനാണ്, ഞാനൊരു ചെറിയ സംഖ്യക്ക് ഒരാളെ പറ്റിച്ചാൽ, ഞാൻ ഓർഡർ ചെയ്ത കണ്ടെയ്നറുകളാകും എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടാകാന്ന് ചിന്തിച്ചാൽ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ.